ഇത് കേൾക്കുന്ന നീ ഈ നിമിഷം ഒരു ചോദ്യവുമായി ഇരിക്കുകയായിരിക്കും. എന്റെ ജീവിതത്തിൽ ഇത്രയും പരീക്ഷണങ്ങൾ എന്തിന്? ഞാൻ ഒരാളെയും വേദനിപ്പിച്ചില്ലല്ലോ, പിന്നെ എനിക്കെന്തിന് ഇത്രയും വേദന? ഈ ചോദ്യങ്ങളോടെയാണ് പല ശിവഭക്തന്മാരും ഓരോ ദിവസവും ഉറങ്ങുന്നത്. എന്നാൽ ഓർക്കുക, നീ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ പോലും ശിവൻ കേട്ടുകഴിഞ്ഞു. ശിവൻ ശബ്ദത്തിൽ മറുപടി പറയില്ല. അവൻ അടയാളങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. നീ തളർന്നിട്ടും മുന്നോട്ടു നടക്കുന്ന ഓരോ നിമിഷവും, നീ കരഞ്ഞിട്ടും ആരെയും ശപിക്കാതെ മൗനം പാലിക്കുന്ന ഓരോ രാത്രിയും, അവിടെയാണ് ശിവൻ നിന്നെ നോക്കി പുഞ്ചിരിക്കുന്നത്. ലോകം വിലയിരുത്തുന്നത് നിന്റെ വിജയത്തിലൂടെയാണ്, പക്ഷേ ശിവൻ വിലയിരുത്തുന്നത് നിന്റെ സ്വഭാവത്തിലൂടെയാണ്. നിനക്കധികാരമുണ്ടായിട്ടും നീ അഹങ്കാരം കാണിച്ചില്ലെങ്കിൽ, നിനക്ക് പ്രതികാരം ചെയ്യാൻ അവസരമുണ്ടായിട്ടും നീ അത് ഒഴിവാക്കിയെങ്കിൽ, നീ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടും ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ, നീ ഇതിനകം ശിവന്റെ ശ്രദ്ധയിൽപ്പെട്ടവനാണ്. ഈ ലോകം ശബ്ദമുള്ളവരെ ശ്രദ്ധിച്ചേക്കാം, പക്ഷേ ശിവൻ ശ്രദ്ധിക്കുന്നത് നിശബ്ദമായ സഹനത്തെയാണ്. കാരണം മൗനം ശിവന്റെ ഭാഷയാണ്. നീ സഹിച്ച് മൗനം പാലിക്കുമ്പോൾ അത് പ്രാർത്ഥനയേക്കാൾ ശക്തമായി ശിവനെ സ്പർശിക്കും. ഇന്നത്തെ ഈ സന്ദേശം കേൾക്കുന്നത് യാദൃശ്ചികമല്ല. നിന്റെ ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടുവെന്ന് തോന്നിയ നിമിഷങ്ങളുണ്ട്. എല്ലാവരും കൈവിട്ടുവെന്ന് തോന്നിയ രാത്രികളുണ്ട്. എന്നാൽ ആ നിമിഷങ്ങളിൽ പോലും നിനക്കൊപ്പം നിന്നത് ശിവനായിരുന്നു, നിനക്കറിയാതെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വലിയ രഹസ്യമല്ല, ഒരു വലിയ തത്വമല്ല. ശിവൻ കൈവിടാത്ത ഒരു മാത്ര സ്വഭാവം കുറിച്ചാണ്. ആ സ്വഭാവം നിനക്കുണ്ടെങ്കിൽ കാലം എത്ര കഠിനമായാലും നിന്റെ ജീവിതം വഴിമാറും. ശിവൻ കൈപിടിക്കും. ഈ സന്ദേശം അവസാനിപ്പിക്കുന്നതല്ല. ഇത് നിന്റെ ഉള്ളിലേക്ക് തുടങ്ങുന്ന ഒരു യാത്രയാണ്. മൗനത്തോടെ കേൾക്കൂ, ശിവൻ സംസാരിക്കാൻ പോകുകയാണ്. ഹര ഹര മഹാദേവ. ജീവിതത്തിൽ പലരും ശിവനെ അന്വേഷിക്കുന്നു. പക്ഷെ ശിവൻ അന്വേഷിക്കുന്നത് ഒരേയൊരു സ്വഭാവമാണ്. സമ്പത്തോ ശക്തിയോ ബുദ്ധിയോ അല്ല, ഹൃദയത്തിന്റെ ശുദ്ധി. ലോകം മുഴുവൻ എതിരായാലും നിന്റെ മനസ്സ് സത്യസന്ധമായി നിലകൊള്ളുന്നുണ്ടെങ്കിൽ ശിവൻ നിന്നെ ശ്രദ്ധിക്കും. കാരണം ശിവൻ കാണുന്നത് പുറത്തല്ല, ഉള്ളിലാണ്. ഒരാൾ നിശബ്ദമായി വേദന സഹിച്ച് ആരെയും ദോഷം പറയാതെ മുന്നോട്ടു പോകുമ്പോൾ ആ മൗനം തന്നെ ശിവനോട് പ്രാർത്ഥനയായി മാറും. ശിവഭക്തർ പലപ്പോഴും ചോദിക്കും, എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുമ്പോൾ ശിവൻ എവിടെയാണ്? എന്നാൽ അതേ നിമിഷങ്ങളിൽ ശിവൻ ഏറ്റവും അടുത്തായിരിക്കും. കാരണം ശിവൻ ശക്തരെ പരീക്ഷിക്കില്ല, സഹിക്കുന്നവരെ ഉയർത്തും. നീ ആരെയും വഞ്ചിക്കാതെ നിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിന്റെ കണ്ണീർ പോലും ശിവന്റെ അഭിഷേകമായി മാറും. ഈ സ്വഭാവമുള്ളവരെ ശിവൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ശിവൻ കൈവിടാത്ത ആ സ്വഭാവം ഇതാണ്: വേദനയിലും ധർമ്മം വിട്ടുപോകാതിരിക്കുക. ലോകം നിനക്ക് അന്യായം ചെയ്യുമ്പോഴും നീ അന്യായത്തിലേക്ക് വഴുതുന്നില്ലെങ്കിൽ നീ ശിവന്റെ സംരക്ഷണത്തിലാണ്. കാരണം ശിവൻ നശിപ്പിക്കുന്നത് അഹങ്കാരമാണ്, രക്ഷിക്കുന്നത് ശുദ്ധ മനസ്സുകളെയാണ്. ശിവൻ സംസാരിക്കാറില്ല, ശിവൻ മൗനത്തിലാണ്. എന്നാൽ ആ മൗനത്തിനുള്ളിൽ 1000 ഉത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. നീ എല്ലാം സഹിച്ച് മൗനം പാലിക്കുന്നില്ലേ? അതാണ് ശിവൻ നിന്നെ പരീക്ഷിക്കുന്ന സമയം. മൗനം ഭീരുതയല്ല, മൗനം ആത്മശക്തിയാണ്. എല്ലാം സഹിച്ചിട്ടും ഒരാളെപ്പോലും ശപിക്കാതെ നീ മുന്നോട്ടു പോകുമ്പോൾ നീ ശിവന്റെ വഴിയിലാണ് നടക്കുന്നത്. നിനക്ക് പ്രതികാരം ചെയ്യാൻ അവസരങ്ങളുണ്ടായിട്ടും നീ അത് ഒഴിവാക്കിയെങ്കിൽ ശിവൻ അത് കണ്ടിട്ടുണ്ട്. നീ ശബ്ദമില്ലാതെ നീതിക്കായി കാത്തിരുന്നെങ്കിൽ കാലം നിനക്കായി നീതി കൊണ്ടുവരും. ശിവൻ വൈകും, പക്ഷേ മറക്കില്ല. ഈ സ്വഭാവമുള്ളവരെ ശിവൻ നേരിട്ട് കൈപിടിച്ചുയർത്തും. മൗനത്തിൽ ധൈര്യമുണ്ടെങ്കിൽ അതാണ് ശിവഭക്തന്റെ അടയാളം. വാക്കുകൾ കൊണ്ടല്ല, സഹനത്തോടെ ജീവിതത്തെ നേരിടുന്നവനാണ് ശിവന്റെ സ്നേഹഭക്തൻ. ഈ സ്വഭാവം ഒരാളിൽ കണ്ടാൽ ശിവൻ അവനെ ജീവിതത്തിൽ ഒരിക്കലും കൈവിടില്ല. ജീവിതം നിന്നെ പലതവണ തകർത്തിട്ടുണ്ടാകും. സ്വപ്നങ്ങൾ, ബന്ധങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം ചിതറിയിട്ടുണ്ടാകും. എന്നിട്ടും നീ ശിവനെ കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ അതാണ് നീ ശിവന്റെ മനസ്സിലെത്തിയിരിക്കുന്നതിന്റെ അടയാളം. കാരണം വിശ്വാസം തകർന്നാലും ദൈവത്തെ കുറ്റപ്പെടുത്താത്ത ഹൃദയം ശിവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നിനക്കൊന്നുമില്ലാത്ത അവസ്ഥയിൽ പോലും ശിവ നീ അറിയുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇതിനകം രക്ഷിക്കപ്പെട്ടവനാണ്. ശിവൻ ആരാധനയ്ക്കപ്പുറം ആത്മബന്ധമാണ്. നീ വീണപ്പോൾ പോലും എഴുന്നേൽക്കാനുള്ള ശക്തി നിനക്കുള്ളിലുണ്ടായത് ശിവന്റെ അനുഗ്രഹമാണ്. ഈ ലോകത്ത് ആരുമില്ലെന്ന് തോന്നുന്ന രാത്രികളിൽ നിന്റെ ഉള്ളിലൊരു ശാന്തത നിലനിന്നാൽ
അത് ശിവന്റെ സാന്നിധ്യമാണ്. വിശ്വാസം കൈവിടാത്തവനെ ശിവൻ ഒരിക്കലും കൈവിടില്ല. ഇതാണ് കാലം തെളിയിച്ച സത്യം. ശിവൻ ഒരാളെ അനുഗ്രഹിക്കുമ്പോൾ അത് പെട്ടെന്ന് കാണാൻ പറ്റണമെന്നില്ല. പക്ഷേ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ മാറ്റവും അവനെ ഉള്ളിൽ നിന്ന് ശക്തനാക്കും. നഷ്ടങ്ങൾ പോലും പാഠങ്ങളായി മാറും. കണ്ണീർ പോലും ധൈര്യമായി മാറും. ശിവൻ അനുഗ്രഹിക്കുന്നത് സമാധാനമാണ്. അതൊരിക്കലും നശിക്കില്ല. ഈയൊരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ സഹനം, സത്യസന്ധത, വിശ്വാസം, നിന്റെ ജീവിതം എവിടെയൊക്കെയോ നിന്ന് തിരിഞ്ഞുവരും. കാരണം ശിവൻ കൈപിടിച്ച ഒരാളെ ലോകം തോൽപ്പിക്കില്ല. നീ വൈകിയേക്കാം, പക്ഷേ നീ വീഴില്ല. ഇന്ന് നീ ഒറ്റപ്പെട്ടവനാണെങ്കിൽ, വിഷമിച്ചിരിക്കുന്നുവെങ്കിൽ ഓർക്കുക, ഈയൊരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ ശിവൻ നിന്നെ കൈവിടില്ല. കാലം മാറും, വഴി തുറക്കും, നീ നിശബ്ദമായി ജയിക്കും. ഹരഹര മഹാദേവ. ഇത്രയും നേരം നീ കേട്ടത് വെറും വാക്കുകളല്ല, അത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ച പല നിമിഷങ്ങളുടെയും പ്രതിഫലനമാണ്. നീ സഹിച്ച വേദനകൾ, നീ ആരോടും പറയാതെ ഉള്ളിലൊതുക്കിയ കണ്ണീർ, നീ നീതിക്കായി കാത്തിരുന്ന ആ ദീർഘനാളുകൾ, ഇതൊക്കെ ശിവൻ മറന്നിട്ടില്ല. ലോകത്ത് ഒരു കാര്യമാണ് ഏറ്റവും വിലപ്പെട്ടത്, അത് സ്വഭാവം. സാഹചര്യം മനുഷ്യനെ മാറ്റും, പക്ഷേ സ്വഭാവം അവനെ രക്ഷിക്കും. നീ തെറ്റായ വഴി എളുപ്പമായപ്പോൾ പോലും ശരിയായ വഴിയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അത് നിനക്ക് ശിവൻ തന്ന ധൈര്യമാണ്. ശിവൻ കൈവിടാത്തവരുടെ ജീവിതത്തിൽ അനുഗ്രഹം എല്ലായ്പ്പോഴും ശബ്ദത്തോടെ വരണമെന്നില്ല. ചിലപ്പോൾ അത് വൈകിയാണ് വരിക, ചിലപ്പോൾ അത് നഷ്ടങ്ങളുടെ രൂപത്തിലായിരിക്കും. എന്നാൽ ഒടുവിൽ അവർ ഉള്ളിൽ നിന്ന് തകർന്നുപോകില്ല. അതുതന്നെയാണ് ശിവന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇന്ന് നീ ഇനിയും കഷ്ടത്തിലാണ് എങ്കിൽ, ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളോടെയാണ് നടക്കുന്നത് എങ്കിൽ, ഒന്നു മാത്രം ഓർക്കുക, ശിവൻ സമയത്ത് പരീക്ഷിക്കും, പക്ഷേ തെറ്റായ സമയത്ത് കൈവിടില്ല. നിന്റെ സഹനം ഒരു ദിവസം ശക്തിയായി മാറും. നിന്റെ മൗനം ഒരു ദിവസം വിജയമായി മുഴങ്ങും. നിന്റെ കണ്ണീർ തന്നെ നിന്റെ സാക്ഷ്യമായിരിക്കും. അന്ന് നീ തിരിഞ്ഞുനോക്കി പറയും, ശിവൻ എന്നെ കൈവിട്ടിരുന്നില്ല, എന്നെ രൂപപ്പെടുത്തുകയായിരുന്നു. ഈ ലോകം നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ശിവൻ നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ ഇന്നും നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് നീ ഇന്നും വിശ്വസിക്കുന്നത്. ഈയൊരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ, സഹനം, സത്യസന്ധത, വിശ്വാസം, ശിവൻ ഒരിക്കലും നിന്നെ കൈവിടില്ല. ഈ സന്ദേശം നിന്റെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഇത് ഒരാളിലേക്കെങ്കിലും എത്തിക്കൂ. കാരണം ഒരാളുടെ ജീവിതം മാറാൻ ഒരു വാക്കുമതി, ഒരു വിശ്വാസം മതി, ശിവന്റെ ഒരു നോക്കുമതി. ഹരഹര മഹാദേവ്.